റിപ്പോർട്ട് മുന്നോട്ട് വെച്ച ഈ ഉദ്യമത്തിനൊപ്പം സർക്കാർ സംവിധാനങ്ങൾക്കൊപ്പം നമുക്ക് ഒന്നിച്ച് മുന്നോട്ട് പോകാം. നമ്മുടെ നാടാണ് വയനാട് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോകുന്നു. നമുക്കൊപ്പം പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് ചേരുന്നു. ഗുഡ് മോർണിംഗ് മിനിസ്റ്റർ. നമ്മൾ നേരിട്ട് സംസാരിച്ചതാണ് ഈ ഒരു ഉദ്യമത്തെക്കുറിച്ച്. ഞങ്ങളതിപ്പോൾ ഔദ്യോഗികമായി അങ്ങയിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. വയനാടിനൊപ്പം നിന്നുകൊണ്ട് ഒരു പുനരധിവാസ പാക്കേജ്, അത് പൂർണ്ണമായും ഒരു ടൗൺഷിപ്പ് എന്ന നിലയിൽ നിർമ്മിക്കുന്നതിന് സ്ഥലവും അതിനുള്ള മറ്റ് സംവിധാനങ്ങളും എല്ലാം ചേർത്ത് ഒന്നിച്ചു കൊണ്ടുവരുന്നതിന് ഞങ്ങൾ ഒപ്പമുണ്ട്, സർക്കാരിനൊപ്പമുണ്ട്. സർക്കാർ ഈ ഒരു ഉദ്യമത്തിനൊപ്പം നിൽക്കില്ലേ? തീർച്ചയായിട്ടും നിങ്ങൾ നേരിട്ട് സംസാരിച്ചതാണ്. ഇത്തരമൊരു നിലപാട് സ്വീകരിക്കാൻ തയ്യാറായ റിപ്പോർട്ടർ ചാനലിനെയും അതിന്റെ മാനേജ്മെന്റിനെയും പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. മറ്റു കാര്യങ്ങൾ നമ്മൾ എല്ലാവരുമായി ചർച്ച ചെയ്ത് മുന്നോട്ട് പോകേണ്ടതാണ്. അപ്പൊ അതില് നിരവധി പേർ സഹായങ്ങളുമായി വന്നിട്ടുണ്ട്. ഇതിൽ നമ്മൾ എല്ലാവരുമായി ചർച്ച ചെയ്യുമ്പോൾ ഏറ്റവും വിലയേറിയ അഭിപ്രായം കൈക്കൊള്ളേണ്ടത് ഇപ്പം ക്യാമ്പിലും ആശുപത്രിയിലുമുള്ള ഉറ്റവരും കൂടപ്പിറപ്പുകളും നഷ്ടപ്പെട്ട ഒരുപാട് പേരുണ്ട്. അവരുടെ അഭിപ്രായമാണ് വളരെ പ്രാധാന്യമുള്ളത്. അഭിപ്രായം പക്ഷെ നമുക്ക് ഇപ്പോൾ എടുക്കേണ്ട ഒരു സമയമല്ല. അത് കുറച്ചുകൂടി കഴിഞ്ഞ് അവരോട് കാര്യങ്ങൾ സംസാരിച്ച് മുന്നോട്ട് പോകണം. ഇപ്പൊ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് സാധ്യമാകുന്ന എല്ലാവരുമായി കൈകോർത്തുകൊണ്ട് മുന്നോട്ട് പോകണം. ഒരുപാട് നല്ല മനസ്സുള്ളവർ ഇതിന് തയ്യാറായി വന്നിട്ടുണ്ട്. നിങ്ങളിൽ എടുത്തിട്ടുള്ള സമീപനം വളരെ പോസിറ്റീവാണ്. ആ സമീപനത്തെ ഒരിക്കൽ കൂടി അഭിനന്ദിക്കുകയാണ്. നേരിട്ട് നിങ്ങളിത് സംസാരിച്ചിരുന്നു, 2 ദിവസം മുമ്പ് സംസാരിച്ചിരുന്നു. എന്തായാലും മറ്റു കാര്യങ്ങൾ നമുക്ക് തുടർന്നുള്ള ചർച്ചകളിലൂടെ എങ്ങനെ പ്രാവർത്തികമാക്കാമെന്നുള്ളത് ആലോചിക്കാം. ശ്രീ PA മുഹമ്മദ് റിയാസ്, നമ്മൾ ഈ അപകടമുണ്ടായ മേഖലകളിൽ അവിടേക്ക് തിരിച്ചു പോകുമ്പോൾ ചങ്ക് തകരുന്ന വേദനയായിരിക്കും അവിടെയുള്ള മനുഷ്യർക്ക്. അവിടെയുള്ള മനുഷ്യരുമായി നമ്മൾ സംസാരിക്കുമ്പോൾ പലരും എന്നോട് പറഞ്ഞത്, തിരിച്ചവിടേക്ക് പോകുമ്പോൾ അവിടെ മക്കളില്ല, ബാക്കി ആരുമില്ല, ഞാൻ മാത്രമല്ലേ ബാക്കി, ഞാൻ എന്തിനാണ് അവിടേക്ക് പോകുന്നത്, അവിടെ ഒരു ശവപ്പറമ്പായി കിടക്കുകയാണ്. അങ്ങനെ വിഷമത്തോടെ പറയുന്ന മനുഷ്യരെയാണ് നമ്മൾ കണ്ടവരെല്ലാവരും. അവർക്ക് അപകടമുണ്ടാകില്ല എന്നുറപ്പുള്ള ഒരിടത്ത് സ്ഥലവും അവർ ഉണ്ടായിരുന്നത് പോലെ തന്നെയുള്ള മസ്ജിദും അമ്പലവും പള്ളിയും എല്ലാം കടമുറികളും എല്ലാം ചേരുന്ന ഒരു സംവിധാനത്തിലേക്ക് നമുക്ക് അവരെ കൊണ്ടുപോകാനായി ലോകമെമ്പാടുമുള്ള മലയാളികളുടെ എല്ലാവരുടെയും സഹായം ചേർത്തിണക്കിക്കൊണ്ട് അങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്ക് നമുക്കവരെ കൊണ്ടുപോകാൻ, അത് എത്രയും പെട്ടെന്ന് സാധ്യമാക്കാൻ അടുത്ത ഓണം വരുമ്പോഴേക്കും നമുക്കവരെ അവിടെ എത്തിക്കാൻ കഴിയുന്ന രീതിയിൽ നമുക്ക് ശ്രമിക്കാമല്ലേ? നമുക്ക് തീർച്ചയായിട്ടും എല്ലാവരുമായി ചർച്ച ചെയ്തുകൊണ്ട് എടുക്കേണ്ട തീരുമാനമാണ്. ആ നിലയിൽ എല്ലാവരുടെയും അഭിപ്രായം സ്വീകരിച്ചുകൊണ്ട് നമുക്ക് അതിലെല്ലാവർക്കും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് നല്ല ഏകോപനത്തോടെ ഒരു സിംഗിൾ വിൻഡോ സംവിധാനം പോലെ എല്ലാവരും ഒന്നിച്ചു നിന്നുകൊണ്ട് അത്തരം പ്രവർത്തനങ്ങൾക്ക് സംസ്ഥാന സർക്കാർ എന്തായാലും നേതൃത്വം കൊടുക്കും. ശ്രീ മുഹമ്മദ് റിയാസ്, നമ്മൾ സംസാരിച്ചപ്പോൾ ഞാൻ സൂചിപ്പിച്ചിരുന്നു, അതായത് ഒരു ചാനൽ എന്ന നിലയിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നതിൻ്റെ പരമാവധി ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങളുടെ മാനേജ്മെൻറ്റ് അങ്ങനെ ഒരു കാര്യമാണ് താങ്കളെ അറിയിക്കാനും എന്നോട് പറഞ്ഞത്. അപ്പോൾ ആ രീതിയിൽ ഒരു ചാനൽ എന്ന നിലയിൽ നമ്മളത് റിപ്പോർട്ട് ചെയ്ത് മടങ്ങുകയല്ല, നമ്മൾ അതിനൊപ്പം തന്നെ സർക്കാരിനൊപ്പം തന്നെ നിൽക്കുകയാണ്. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ, വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു നിലപാടാണ് നിങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്. അതിനെ ഞാൻ അഭിനന്ദിക്കുകയാണ്. അതോടൊപ്പം ഇത്തരം നിലപാടുകൾ സ്വീകരിച്ച് മുന്നോട്ട് വരുന്ന ഒരുപാട് പേരുണ്ട്. അവരെല്ലാവരെയും അഭിനന്ദിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിന്നുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിൽ മുന്നോട്ട് പോകാം. ഇത് വളരെ പോസിറ്റീവായിട്ടാണ് ഞങ്ങൾ ഇതിനെ സ്വീകരിക്കുന്നത്. ആ നിലയിൽ തന്നെ നമുക്ക് ഈ കാര്യങ്ങൾ തുടർന്ന് ചർച്ച ചെയ്യാം. വളരെ നന്ദി മിനിസ്റ്റർ. മന്ത്രി PA മുഹമ്മദ് റിയാസ് ആണ് നമുക്കൊപ്പം ചേർന്നത്. അദ്ദേഹവുമായി ഇക്കാര്യം ഞാൻ നേരത്തെയും സംസാരിച്ചിരുന്നു. അതാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. 2 ദിവസം മുൻപ് നമ്മുടെ ചെയർമാൻ ശ്രീ റോജി അഗസ്റ്റിൻ ഇക്കാര്യം പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ മന്ത്രിയുമായി സംസാരിച്ചു, മുഖ്യമന്ത്രിയുമായി സംസാരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. ഇക്കാര്യത്തിൽ തുടർ ചർച്ചകളിലൂടെ ഏകോപനത്തിലൂടെ നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകണം.